മിനിറ്റ് പറഞ്ഞത്. ബേസിക്കലി ഒന്ന് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് വിഷ്വല്, ഒരു ലൊക്കേഷൻ. സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. നമ്മൾ എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളത്. രണ്ടുപേരെ ഉള്ളൊരു ആ രണ്ടുപേര് അത് വെൽ സ്ക്രിപ്റ്റഡ് ആണ്, വെൽ പെർഫോംഡ് ആണെങ്കിൽ ആ സിനിമ നിൽക്കും. എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എത്രയോ 100 ആർട്ടിസ്റ്റ് നിന്ന് അഭിനയിച്ച പടമൊക്കെ ഇവിടെ തിയേറ്ററിൽ കൂടെ സർവൈവ് ചെയ്യാതെ പോയിട്ടുണ്ട്. സോ അതല്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അർഫാസ് എന്നോട് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അർഫാസ് അങ്ങനെ ചിന്തിച്ചല്ലോ എന്നുള്ള. ആസ് എ ഫിലിം മേക്കർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു എന്ന് കരുതി അർഫാസ് ഇപ്പോൾ പറയുന്ന ലോകത്തിൽ ഇന്നവരെ ആരും പറയാത്ത കാര്യമൊന്നുമല്ല. കാരണം ഞാൻ പണ്ട് ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ശേഖർ കപൂർ, ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, മഹേഷ് ഭട്ട് ശേഖർ കപൂർ ഇൻ്റർവ്യൂവിലും മഹേഷ് ഭട്ട് ശേഖർ കപൂറിനോട് ചോദിക്കുന്നുണ്ട് ബഡ്ഡിങ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ബി എ ഗുഡ് ഡയറക്ടർ ഗോ അഗൈൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദ ഇൻഡസ്ട്രി എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേ പാറ്റേൺ, ഒരേ ഇത് എങ്ങനെ ചെയ്യും, അങ്ങനെ ചിന്തിക്കുമ്പോൾ അർഫാസ് വന്ന് എന്നോട്, അർഫാസ് പല കഥകൾ പറഞ്ഞിട്ടുണ്ട്, അത് പലതും ബാക്കിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം. അത് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. കാരണം മലയാളത്തിന് ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യാനും അത് ആസ്വദിക്കാനും കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കേരള മലയാളികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് ഇരുന്നത് ആൻഡ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് വിഷ്വലും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, എഴുത്തുണ്ട്, ഇവരുടെ പെർഫോമൻസ് ഉണ്ട്. അതിലാണ് ആ സിനിമ നിൽക്കുന്നത്. ഓഫ് കോഴ്സ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഒരു 2 വർഷം മുമ്പ് വളരെ 12th മാൻ്റെ ലൊക്കേഷനിൽ വെച്ചാന്ന് തോന്നുന്നു എന്നോട് ഫസ്റ്റ് അർഫാസ് ഈ ഐഡിയ പറയുന്നത്. അന്നോട്ട് അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജാണ്. ഒരു ഫസ്റ്റ് 1 ലൈൻ അല്ലെങ്കിൽ ഒരു 2 ലൈനിലായിട്ടാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അതിന് ശേഷം അതിനകത്തൊരു സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വുമനിലെ ഞാനും ആസിഫും ആദ്യമായിട്ട് ഒന്നിക്കുന്നു. അങ്ങനെ ഒരു ഇതെല്ലാം ഞാൻ ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് വരുമെന്നാണ്. അപ്പോൾ ഒരു ദിവസം വുമനിൽ നമ്മൾ കാന്തല്ലൂരിലെ ലൊക്കേഷൻ അല്ലേ ഇവിടെ ഹോട്ടലിൽ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആസിഫ് അത് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആസിഫ് കഥ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ആസിഫ് പറഞ്ഞു, ചേട്ടാ ഞാൻ ആ ഇത് കേട്ടു ഇത് കൊള്ളാം, ഭയങ്കര രസമായിട്ടുണ്ടെന്ന് ഇതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഐ വാസ് വെരി ഹാപ്പി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സക്സസ്ഫുള്ളായിട്ട് കടന്നു. പിന്നെ അർഫാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബോളിവുഡിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന ആളാണ്. ഞാൻ ബോഡി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് ചെന്നപ്പം അങ്ങനെ അവിടെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാദറെ അതിനു മുമ്പ് എനിക്കറിയാം. പക്ഷെ അന്നേരം എന്നാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഫാദറിൻ്റെ പേര് പുള്ളിയൊരിടത്തും ഫാദറിൻ്റെ പേര് പറയത്തില്ല. അത് കഴിഞ്ഞാൽ തന്നെ ഞാനിത് അറിഞ്ഞത്. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങനെ ഞാൻ ബോളിവുഡിൽ നിന്ന് നേരെ എടുത്ത് ബോളിവുഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ പല പടങ്ങൾക്കും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അർഫാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രീം കം ട്രൂ ആണ്. പിന്നെ ഞാൻ ഫിലിം കണ്ടു, വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ത്രില്ലർ. ഒരു ടിപ്പിക്കൽ ത്രില്ലറായിട്ട് ഉള്ള ഒരു സിനിമയല്ല. അത് നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, എൻജോയ് ചെയ്യണം. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് പ്ലീസ് വാച്ച് ഇറ്റ് ഓൺ തിയേറ്റേഴ്സ്. താങ്ക് യു.